അസ്സലാമലൈക്കും. ഞാൻ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നെടുകെ പിളർന്നിട്ട് 2 പീസാക്കി എടുക്കണം. അത്രയേ പാടുള്ളൂ. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. എല്ലാം കൂടി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 3 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കിയത്, അതായത് നേരിയ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. നൈസാക്കിയിട്ട് കട്ടാക്കി എടുക്കണം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 പച്ചമുളക് ചെറിയ പീസാക്കിയത്, കറിവേപ്പില ഒരു തണ്ട് ചെറിയ പീസാക്കിയത്, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. എല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്താൽ നല്ലോണം വാടിക്കിട്ടും. ഈ മസാലയ്ക്ക് 1 ടീസ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂടി തുറന്നിട്ട് നോക്കാം. നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ വേണ്ടു, ഒന്ന് കടിക്കാൻ കിട്ടണം. അതിന് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് പഫ്സ് ഷീറ്റാണ്. ഇതിലൊരുപാടെണ്ണം ഉണ്ടാവും. ഓരോന്നേ എടുക്കണ്ടു. നല്ല നൈസായിട്ട് പരത്തി കൊടുത്തതാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പരത്തിയതിനേക്കാളും ടേസ്റ്റ് കൂടും. ഇതിൽ നിന്ന് ഓരോ പീസ് എടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് 5 മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെച്ചതാണ്. ഇനി ഇതിൽ നിന്ന് എത്രയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതെടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ തന്നെ വെക്കും. അതിൽ നിന്നൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി 4 ഭാഗവും മൈദയും വെള്ളവും കൂടിയിട്ട് ഞാൻ കുറച്ച് കലക്കിയെടുത്തിരുന്നു. 1 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ വെള്ളവും കൂടിയിട്ട്. അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അത് 4 ഭാഗത്തും ഇതുപോലെ ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കാം. ബ്രഷില്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്ത് കൊടുത്താലും മതി. ഒരു ടേബിൾ സ്പൂണോളം ഇപ്പോൾ ആക്കിയ മസാലയില്ലേ, അത് വെച്ച് കൊടുക്കാം. ഒരു മുറി മുട്ടയും വെച്ച് കൊടുക്കാം. ഇനി 4 ഭാഗം ഒരുപോലെ മടക്കി കൊടുക്കാം. ഈ സൈഡ് മടക്കിയിട്ട് മറ്റേ സൈഡ് കൂടി മടക്കി കൊടുക്കാം. നടുഭാഗത്ത് കുറച്ച് മൈദയാക്കി കൊടുക്കാം. അതേപോലെ തന്നെ 2 സൈഡിലും. എന്നിട്ട് 2 ഭാഗം അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. പപ്സിൻ്റെ അതേമാതിരി ഒരു ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഉണ്ടാകണം. രണ്ടാമത്തത് കൂടി കാണിക്കാം. ഒരു ഷീറ്റ് എടുത്തിട്ട് മൈദ പേസ്റ്റാക്കിയത് 4 ഭാഗത്താക്കി കൊടുക്കണം. ഇതുപോലെ 4 ഭാഗത്താക്കി കൊടുക്കണം. എന്നിട്ട് നടുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉള്ളി മസാല വെച്ച് കൊടുക്കാം. ഒരു മുറി മുട്ടയും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് മടക്കി കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് കൂടി മടക്കി കൊടുക്കുന്നുണ്ട്. നടുക്ക് കുറച്ച് മൈദ പേസ്റ്റ് ഇതാക്കി കൊടുത്തിട്ട് 2 സൈഡിലാക്കി കൊടുക്കണം. ഓവറൊന്നും ആക്കരുത്. ഒന്ന് ടച്ച് ചെയ്യാൻ മാത്രം ആക്കി കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗം മടക്കി കൊടുത്ത് മറ്റേ ഭാഗം കൂടി മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഇതുപോലെ ഉണ്ടാകണം. ഒരു ഭാഗത്ത് ഹോൾസ് ഉണ്ടാവരുത്. മൊത്തത്തിൽ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇടണം. എത്രയാണ് ഇടാൻ കഴിയുന്നതെന്ന് വിചാരിച്ചാൽ അത്രയും ഇടാൻ പാടുള്ളൂ. കുത്തി നിറച്ചിട്ട് കൊടുക്കരുത്. ഇനി ഒരു ഭാഗം ഫ്രൈ ആയാലും മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റേ സൈഡ് കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പപ്സ്. പരത്തി കൊടുക്കുകയും വേണ്ട, ഒന്നും കുഴച്ച് കൊടുക്കുകയും വേണ്ട. ഈ ടൈമിന് നമുക്ക് പൊതുവേ ഈ ടൈമിന് ക്ഷീണം കൂടുതലല്ലേ. അപ്പോൾ കുറേ കടിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. സാധാരണ ടൈം ഇങ്ങനത്തെ നിന്ന് വാങ്ങാൻ നിൽക്കില്ല, മുതലാവില്ല ഇങ്ങനത്തെ നിന്ന് വാങ്ങിയാൽ. പക്ഷെ നഷ്ടമൊന്നുമില്ല. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. കറക്റ്റ് എത്ര ഷീറ്റ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നഷ്ടമൊന്നും വരുന്നില്ല. 4 നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 2 ഭാഗം ഒരുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഇതേപോലെ ലൈറ്റ് ബ്രൗൺ നിറമായി വരണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ക്രിസ്പിയാണ്. എത്ര സമയം വെച്ച് കൊടുത്താലും നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് വേറെ തന്നെ ഒരു മസാലയല്ലേ, പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത്. ബേക്കറി പപ്സിനേക്കാളും നല്ല ടേസ്റ്റ് കൂടുതലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മാത്രം. പഫ്സിൻ്റെ ഷീറ്റ് തന്നെ വാങ്ങാനും നോക്കണം. 2 തരം ഷീറ്റ് ഉണ്ട് പപ്സിന്. ഇതും ഉണ്ട്, ഞാൻ മുന്നേ ഇട്ട ഷീറ്റും ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.